നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കൂടുമോ കുറയുമോ, അതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അതെല്ലാം ആദ്യം നമുക്ക് പരിശോധിക്കാം. പ്രധാനമായിട്ടും രൂപയുടെ മൂല്യം തന്നെയാണ്. അത് ഇപ്പോൾ ഇന്നത്തെ വില, ഇന്നത്തെ എന്ന് പറയുമ്പോൾ 2025 സെപ്റ്റംബർ 11 രാവിലെ 9:15 ഇപ്പോൾ സമയം. അപ്പോൾ ഇപ്പോൾ 88 രൂപ 13 പൈസയാണ് ഇപ്പോഴത്തെ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ. അതുപോലെ തന്നെ ഡോളർ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ സ്വർണ്ണവില കാര്യമായി കൂടില്ല. ഓക്കെ. അതേസമയം ഡോളർ കുറയുകയാണെങ്കിൽ സ്വർണ്ണവില സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയിൽ വില വർദ്ധിക്കും സ്വർണത്തിന്. അപ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് $3634 $3648 ഇടയിലാണ്. ഏകദേശം ഇപ്പോൾ $3637 വ്യാപാരം നടക്കുന്നത്. ഇത് ഒരു ഔൺസ് 22 ക്യാരറ്റ് സ്വർണത്തിൻ്റെ വിലയാണ് ഇത് പറയുന്നത്. ഒരു ഔൺസ് എന്ന് പറയുമ്പോൾ ഏകദേശം 28.5 ഗ്രാം സ്വർണം. അപ്പോൾ ഇന്നലത്തെ സ്വർണ്ണവില കേരളത്തിൽ ഏകദേശം 10,000 രൂപ തന്നെയാണ്. അപ്പോൾ ഇത് ഇനിയുള്ള ആഴ്ചകളിൽ, മാസങ്ങളിൽ, ഏകദേശം ഒരു വർഷം എങ്ങനെ സ്വർണ്ണവില കൂടുകയും കുറയുകയും ചെയ്യുന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഡോളർ ഇൻഡെക്സ്, രൂപയുടെ മൂല്യം മാത്രമല്ല, രൂപയും ഡോളറുമായിട്ടുള്ള വിനിമയ നിരക്ക് മാത്രമല്ല, പ്രധാനമായിട്ടും ഡോളർ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് പ്രധാനമായിട്ട് യൂറോപ്യൻ കൺട്രീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡോളറിൻ്റെ മൂല്യമാണ്. അപ്പോൾ അത് ഇവിടെ കുറച്ച് 10-15 ദിവസമായിട്ട് ഇടിവിലാണ്. ഇന്നും കാര്യമായ ഉയർച്ച ഡോളർ ഇൻഡെക്സിനില്ല. ഇന്നിപ്പോൾ വ്യാപാരം നടക്കുന്നത് 97.77 മുതൽ 97.86 വരെയുള്ള റേഞ്ചിലാണ് ഡോളർ ഇൻഡെക്സിൻ്റെ വ്യാപാരം നടക്കുന്നത്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് 97.84 പോയിൻ്റാണ് ഡോളർ ഇൻഡെക്സിൻ്റെ മൂല്യം. അപ്പോൾ അത് സ്വർണ്ണവില കൂട്ടാനുള്ളൊരു ട്രെൻഡാണ് കാണിക്കുന്നത്. പിന്നെ ഷെയർ മാർക്കറ്റിൽ, ഗ്ലോബൽ ലെവലിലുള്ള ഷെയർ മാർക്കറ്റിൽ പൊതുവെ മിക്സഡ് ട്രെൻഡ്സാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് ഇവിടുത്തെ ഇന്ത്യയുടെ ഓഹരി വിപണി ഇന്നത്തെ ഇപ്പോൾ ഏകദേശം ഒരു പ്രഡിക്ഷൻ ഇതാണ്. ഇന്നത്തെ വ്യാപാരം ഏകദേശം 24,900 നിഫ്റ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 24,900 25,200 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അത് റെസിസ്റ്റൻസ് ആണ്. സപ്പോർട്ട് 24,800. എങ്കിലും ഏകദേശം 25,000 അറൗണ്ട് നിഫ്റ്റി നിൽക്കാനാണ് സാധ്യത. എങ്കിലും പൊതുവെ ഇപ്പോൾ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ
അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള ഒരു നിലയാണ് ഇപ്പോഴുള്ളത്. ഓരോ ദിവസം മാത്രമല്ല, ഓരോ സെക്കൻഡ് കഴിയുന്തോറും ഈ കാര്യങ്ങളെല്ലാം മാറി മറിയും. അതേസമയം US മാർക്കറ്റൊക്കെ ഡൗൺ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജോബ് ഡേറ്റ വന്നു, അത് കാരണമായിട്ട് പൊതുവെ US മാർക്കറ്റൊക്കെ ഡൗൺ ആണ്. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു സംഭവം എന്ന് പറയുന്നത് ഡെപ്റ്റ് ടു GDP റേഷ്യോ. അത് ഇന്ത്യയുടെ 93.3% ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ഉയർന്ന ഓരോ ദിവസവും ശരാശരി 0.01% വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം $3.75 ട്രില്യൺ ഇന്ത്യയുടെ കടം. ഓക്കെ, അപ്പോൾ അത് രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 330 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ മൊത്തം കടം. ഈ കടം തന്നെ പല രീതിയിലുണ്ട്, പല ഡൈമെൻഷനിലുണ്ട്. മൊത്തം കടം ഗവൺമെൻറ്റിൻ്റെയും പൊതുജനങ്ങളുടെയും എല്ലാം മൊത്തം കടമാണ് ഈ പറയുന്നത് 330 ലക്ഷം കോടി രൂപ. അതിൻ്റെ GDP എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് $4.02 ട്രില്യൺ ആണ്. അപ്പോൾ അതും ഈ $3.75 ട്രില്യൺ കണക്കനുസരിച്ച് 93.3% ആണ് ഇന്ത്യയുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ. ഈ ഡെപ്റ്റ് ടു GDP റേഷ്യോ 90% താഴെയാണ് നിൽക്കേണ്ടത്. ഇതിപ്പോൾ 0.01% വെച്ച് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മാർക്കറ്റിൽ, എല്ലാ തരത്തിലുള്ള മാർക്കറ്റിലും ടെൻഷനാണ്. അപ്പോൾ പൊതുവിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത ഒരാഴ്ചക്കിടയ്ക്ക് ഇതേ നിലവാരം തുടരുകയാണെങ്കിൽ സ്വർണ്ണവില ഉയരാൻ തന്നെയാണ് സാധ്യത. അതുപോലെ തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതേപോലെ പോയാൽ രൂപയുടെ മൂല്യം കാര്യമായിട്ട് ഇടിയില്ല. പക്ഷേ ഇതിനകത്തൊക്കെ ഏത് സെക്കൻഡിലും കാര്യങ്ങൾ മാറി മറിയും. അപ്പോൾ രൂപയുടെ മൂല്യം കുറയുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ 88.13, അത് ഇന്നലത്തെ ക്ലോസിങ് വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്, രാവിലെ ഇച്ചിരി കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇപ്പോൾ 88.13 നിൽക്കുന്നത്. ഇതിലും വർദ്ധിക്കുകയാണെങ്കിൽ സ്വർണ്ണവില കൂടാനാണ് സാധ്യത. എങ്കിലും പൊതുവെ 2025 ഡിസംബർ 31 മുമ്പായിട്ട് പൊതുവിലുള്ള ഒരു കാര്യം പറയാം. പൊതുവേ പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്നസെൻ്റ് പറയുന്നതാണെങ്കിൽ, പൊതുവേ പറയുകയാണെങ്കിൽ ഒരു സ്വർണത്തിൻ്റെ വില കൂടാൻ തന്നെയാണ് സാധ്യത. കാര്യം ഇൻ്റർനാഷണൽ ലെവലിൽ പൊതുവേ രൂപ അത്ര വലിയ ഇപ്പോഴത്തെ നിലവാരത്തിൽ ഇടിയാൻ സാധ്യതയില്ലെങ്കിലും അത്യാവശ്യം ഇടിഞ്ഞ് പോകാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വർണത്തിന് വില കൂടും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ സ്വർണ്ണവില, ഡോളറും രൂപയുമായിട്ടുള്ള വിനിമയ നിരക്ക്, പിന്നെ ഡോളർ ഇൻഡെക്സ്, പിന്നെ ഷെയർ മാർക്കറ്റ്, ഗ്ലോബൽ ഷെയർ മാർക്കറ്റ്, പിന്നെ ഡെപ്റ്റ് ടു GDP റേഷ്യോ, ഇന്ത്യയുടെ കടം, പിന്നെ US മാർക്കറ്റ് പ്രത്യേകം, അങ്ങനെയൊക്കെയുള്ള, പിന്നെ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ചെറിയ നേട്ടങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ ഇപ്പോൾ അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള പല ഘടകങ്ങളുമുണ്ട് ഷെയർ മാർക്കറ്റിൽ. ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് അനുകൂലമായിട്ടുള്ള വലിയ ഉയർച്ച ഒന്നും ഉണ്ടായില്ലെങ്കിലും അത്യാവശ്യം ഒരു 2% അറൗണ്ട് നമുക്ക് നേട്ടം പ്രതീക്ഷിക്കാം, ഏകദേശം ഒരാഴ്ച ഉള്ള കാലയളവിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ നിലയിൽ തുടരുകയാണെങ്കിൽ ഏകദേശം 2025 ഡിസംബർ 31 മുമ്പ് ഇപ്പോഴത്തെ
വില നിങ്ങൾക്കറിയാം, 10,000 രൂപ, അതായത് 9,999 രൂപയാണ് ഗ്രാമിന് 22 ക്യാരറ്റ് സ്വർണത്തിന് വിലയുള്ളത് കേരളത്തിൽ. അത് ഈ 2025 ഡിസംബർ 31 മുമ്പായിട്ട് 11,000 കടക്കാനുള്ള സാധ്യതയുണ്ട്. 11,000 രൂപ കടക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസം, അടുത്ത 3 മാസത്തെ പ്രഡിക്ഷനാണ് പറഞ്ഞത്. ഏകദേശം ഗ്രാമിന് 11,000 രൂപ ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് പ്ലസ് ഓർ മൈനസ് ഷാർപ്പ് നമ്പരൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. പിന്നെ 2026 ജൂൺ 30 വരെയുള്ള കാലയളവിൽ ഈ ഗ്രാമിൻ്റെ വില, 22 കാരറ്റ് സ്വർണത്തിൻ്റെ 1 ഗ്രാമിൻ്റെ വില ഇപ്പോഴത്തെ 9,999 എന്നുള്ളത് 12,500 വരെ 1 ഗ്രാമിന് ആവാനുള്ള സാധ്യത ആണ് കാണുന്നത്. അത് പക്ഷേ ഈ സംഭവങ്ങളെല്ലാം കാര്യമായ ചേഞ്ച് ഇല്ലാതെ പോവുകയാണെങ്കിലാണ് ഈ കണക്ക് പറയുന്നത്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നെഗറ്റീവായിട്ട് അങ്ങോട്ട് ഡൗൺ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് ഈ 12,500 എന്നുള്ളത് ഏത് നിലയിലും പോവാം. ഓക്കെ, അതല്ല വളരെയധികം ഡോളർ ശക്തി പ്രാപിക്കുകയും ഷെയർ മാർക്കറ്റൊക്കെ ശക്തി പ്രാപിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്വർണത്തിന് കാര്യമായ വിലക്കയറ്റം ഉണ്ടാവില്ല. എങ്കിലും ഈ വിലക്കയറ്റം പൊതുവെ തുടരാനാണ് സാധ്യത. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അതായത് ഈ ഡിജിറ്റൽ യുഗമാണിപ്പോൾ. ഡിജിറ്റൽ യുഗത്തിന് ഒരു കുഴപ്പമുണ്ട്, ഗുണവുമുണ്ട്. അതായത് പുരോഗതി വരികയാണെങ്കിൽ അതെല്ലാം പെട്ടെന്ന് വരും. അതേസമയം അധോഗതിയാണെങ്കിൽ അതേപോലെ എല്ലാം പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ. ഇപ്പോൾ നേപ്പാളിലെ കാര്യം കണ്ടല്ലോ. പലരും പറയുന്നത് ഇതാണ്, ഇതൊക്കെ ഏത് രാജ്യത്തും വരാം, ഏത് സെക്കൻഡിലും. കാര്യം അറിയാമല്ലോ, ഡിജിറ്റൽ യുഗമാണിപ്പോൾ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് നേപ്പാളിലെ കാര്യത്തിൻ്റെ ഉദാഹരണം. അതായത് സോഷ്യൽ മീഡിയ വഴി എല്ലാവരും കണക്റ്റഡാണ്. 1 സെക്കൻഡ് കൊണ്ട് തന്നെ കാര്യങ്ങൾ മാറി മറിയും. അഴിമതിക്കെതിരെ ആണ് അവർ ഈ അവിടുത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ ഇളകിയത്. അത് ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം നേരിടാൻ നേപ്പാൾ ഗവൺമെൻറ് കഴിഞ്ഞതുമില്ല. അത് അപ്പോഴത്തേക്ക് എല്ലാം കൈവിട്ടുപോയി. അതായത് ഒരു 2-3 ദിവസമൊക്കെ എടുത്തില്ല കംപ്ലീറ്റ് കുളവാകാൻ. അപ്പോൾ ആ രാജ്യം തകർന്നിരിക്കുന്നു. ഇതുപോലെ ഡിജിറ്റൽ യുഗത്തിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, നശിക്കാനാണെങ്കിൽ പെട്ടെന്ന് നശിക്കും, ഉയരാണെങ്കിൽ ഉയരുകയും ചെയ്യും. എനിവേ, സ്വർണത്തിന് പൊതുവെ വില കൂടാൻ തന്നെയാണ് സാധ്യത. സ്വർണം പൊതുവെ എല്ലാവരും, ഈ ഞാനുൾപ്പെടെ, ഒരു സുരക്ഷിത നിക്ഷേപമായിട്ട് കരുതുന്നു. അപ്പോൾ ഈ വില കൂടുന്നത് പലരും വിചാരിക്കുന്നത്, എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ പറഞ്ഞ ഒരു സ്ത്രീയാണ്, പുള്ളിക്കാരി എൻ്റെ പറയുന്നത്, ഈ സ്വർണം ആൾക്കാർ വാങ്ങിക്കുന്നതുകൊണ്ടാണല്ലോ ഈ വില കൂടുന്നത്. എൻ്റെ സുഹൃത്തെ, പുള്ളിക്കാരിയെ ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ചേച്ചി, അതായത് സംഭവം നമ്മുടെ സാധാരണക്കാർ വാങ്ങുന്ന കാര്യമല്ല ഈ പറയുന്നത്, മറിച്ച് കോടീശ്വരന്മാരായ ഇൻവെസ്റ്റേഴ്സ്. നമുക്കാകെ IAS-കാരെയും IPS-കാരെയും ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെ അല്ലേ അറിയാവുള്ളൂ. ഇൻവെസ്റ്റേഴ്സ് എന്നും പറഞ്ഞ് വേറൊരു വിഭാഗമുണ്ട്. അവരെയൊന്നും നമുക്ക് കാണാൻ കിട്ടത്തില്ല. ഓക്കെ, നമ്മളൊക്കെ സാധാരണക്കാരാണ്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ സാധാരണക്കാരാണ്. ഇവർ സ്വർണം വാങ്ങുന്ന കാര്യമല്ല, അതുകൊണ്ടല്ല ഈ സ്വർണത്തിന് വില കൂടുന്നത്. മറിച്ച് നിക്ഷേപകർ, പലതരത്തിലുള്ള നിക്ഷേപകരുണ്ട്. വ്യക്തിഗത നിക്ഷേപം നടത്തുന്നവരുമുണ്ട്, നിക്ഷേപം ചെയ്യുന്ന അത് മാത്രം തൊഴിലാക്കിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് തന്നെ ഉള്ള അവർ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, സ്ഥാപനങ്ങൾ. അതുകൂടാതെ ബാങ്കുകൾ, അവരൊക്കെ വാങ്ങുന്നത് 1 പവനോ 2 പവനോ ഒന്നും അല്ല.
മറിച്ച് കോടിക്കണക്കിനുള്ള ഡോളറിൻ്റെ വിനിമയം ആണ് അവർ നടത്തുന്നത്. അതുപോലെ തന്നെ രാജ്യങ്ങൾ, ഓരോ രാജ്യങ്ങളും ബാങ്കുകളും പിന്നെ ഈ നിക്ഷേപകരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ് പ്രധാനമായിട്ടും വാങ്ങുന്നത്. അവർ വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് വില കൂടുന്നത്. അല്ലാതെ നമ്മുടെ സാധാരണക്കാരുടെ കയ്യിൽ പണമില്ല. അവർ EMI ഒക്കെ അടച്ച് ഒക്കെ വരുമ്പോഴത്തേക്ക് സ്വർണം മേടിക്കാനൊന്നും കാശ് കാണത്തില്ല. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുക. സ്വർണത്തിന് വില കൂടുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഇടയിൽ പണം വന്ന് കുവിഞ്ഞുകൂടി സ്വർണം പോയി വാങ്ങുന്ന കൊണ്ടല്ല സ്വർണത്തിന് വില കൂടുന്നത്. മറിച്ച് നിക്ഷേപകർ, ബാങ്കുകൾ, രാജ്യങ്ങൾ അവരൊക്കെ കോടിക്കണക്കിന് ഡോളറിനാണ് ഇതിനകത്ത് നിക്ഷേപിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ സ്വർണം വില കൂടുന്നത്. അത് സാധാരണ ഇപ്പോഴത്തെ ട്രെൻഡ് തുടരുകയാണെങ്കിൽ അതിന് കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഡോളറിൻ്റെ വിലയിലായാലും ഷെയർ മാർക്കറ്റിലായാലും ഇന്ത്യൻ രൂപയുടെയും ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൻ്റെ ഒക്കെ കാര്യമായാൽ തന്നെ കാര്യമായ ഒരു പുരോഗതി പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായിട്ട് എല്ലാവരും കാണുന്നത്. അത് നമ്മൾ സാധാരണക്കാരല്ല, മറിച്ച് വലിയ വൻ പാർട്ടികൾ, ഗജ പാർട്ടികൾ ആണ് ഈ സ്വർണത്തിന് ഈ വില കൂട്ടുന്നത്. അവർ വാങ്ങുന്നതുകൊണ്ടാണ് സ്വർണത്തിന് വില കൂടുന്നത്. എന്തായാലും നമുക്ക് പൊതുവെ എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. പക്ഷേ ശുഭാപ്തി വിശ്വാസമല്ല ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. ശുഭാപ്തി വിശ്വാസമല്ല, മറിച്ച് കൗശലപൂർവം, വിവേകപൂർവം, ബുദ്ധിപൂർവം നമ്മൾ ലോകത്തെ പ്രകൃതി സമ്പത്ത് ഉപയോഗിച്ചാൽ നിസ്സാരമായിട്ട് വെറും 100 ദിവസം കൊണ്ട് നമുക്ക് ലോകം സ്വർഗമാക്കാം. അതാണ് ഞങ്ങളുടെ ചാനലുകളിൽ കാര്യങ്ങളെല്ലാം പറയുന്നത്. അതിനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിലും. എങ്കിലും കറൻസി രഹിത വ്യവസ്ഥ, കറൻസി ഫ്രീ സിസ്റ്റം എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളുടെ വീഡിയോകൾ കിട്ടും. ദയവായി അതും കാണുക. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് വിരമിക്കുന്നു. നമസ്കാരം, ശുഭദിനം.